രാവിലത്തെ സ്കൂളിലേക്കുള്ള പോക്ക് എന്നും സ്കൂളും കാര്യങ്ങളും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീടും ഇങ്ങനെ എടുക്കാൻ തോന്നും കേട്ടോ. ഓരോ ദിവസം എണീക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിട്ടൊക്കെ നമ്മൾ എണീക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. വേറെ എന്തൊക്കെയോ നടന്നു പോകുന്നു, വേറെ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കുന്നതാണ്, ഇങ്ങനെ നല്ലൊരു ഫോൺ വാങ്ങണം, നല്ലൊരു ക്യാമറ വാങ്ങിക്കണം, നല്ല രീതിയിൽ വീഡിയോ എടുക്കണം, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം, എഡിറ്റിംഗ് പഠിക്കണം, എന്നിട്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്യണം, ക്ലാരിറ്റിയുള്ള വീഡിയോസ് എടുക്കണം, ഇടണം, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം, കുറേ കമൻറ്റ്സ് കിട്ടണം, വീഡിയോ വൈറലാവണം. ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്നെങ്കിലും ഒരിക്കൽ നടക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ എന്നും വീഡിയോ എടുക്കുന്നു, ഇങ്ങനെ ഷെയർ ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ രാവിലത്തെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ എപ്പോഴും ഞാനടക്കം ഒരു 4-5 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരിക്കും, നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ബസ്സിലിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാലാണെങ്കിൽ പിള്ളേരൊക്കെ ഭയങ്കര പൊളിയാണ് കേട്ടോ, നല്ല മക്കളാണ് കേട്ടോ, ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, ഭയങ്കര ഒരിഷ്ടം തോന്നിക്കുന്ന പിള്ളേർ. ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ഒത്തിരി നല്ല കുട്ടികളെ കിട്ടാറുണ്ട് കേട്ടോ. അതൊരു പക്ഷേ എനിക്ക് ഭയങ്കര ലക്കായി തോന്നാറുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം, നമുക്ക് അവരെ ട്രെൻഡിനനുസരിച്ച് നിൽക്കുന്ന ടീച്ചറാണെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലാസ്സിൽ ഞാൻ അല്പം സ്ട്രിക്റ്റ് ആണെങ്കിൽ കൂടി ക്ലാസ് അല്ലാത്ത സമയത്തും ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തും രാവിലെയൊക്കെ ഞാൻ പിള്ളേരായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് കേട്ടോ. പിള്ളേരെ ഇത് കാണുമ്പോൾ എന്നോട് കമൻറ്റ് ചെയ്യണേ, ഞാൻ എങ്ങനെയാണെന്ന്, ടീച്ചർ പൊളിയാണെന്ന് പറയണേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെന്താ, ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഷെയർ ചെയ്തിട്ട് നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ പിള്ളേർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേരൊന്നും അറിയില്ല, എനിക്കിപ്പോൾ ഈ വർഷം 10th ഇല്ലാത്തത് കൊണ്ട് തന്നെ പിള്ളേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാറില്ല. പക്ഷേ അവരെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പിള്ളേരാണ്. ഇതിട്ട് എൻ്റെ രമ്യ ടീച്ചർ, ഇത് സ്റ്റാഫ് റൂമാണ്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുവെന്ന് മാത്രം സ്റ്റാഫ് റൂമിൻ്റെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പോകാൻ നിൽക്കേണ്ട, ബെല്ലടിച്ചിട്ട്. ആ സമയത്ത് എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്, കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്പീഡിൽ ഓടിച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമും എൻ്റെ ടീച്ചേഴ്സിനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം.